ഹസന് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. കേട്ടല്ലോ, മദ്യം വാങ്ങി കൊടുക്കാനാണ് കൊണ്ടുപോയത്. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. ഇവര് വിളിച്ചിട്ട് പറഞ്ഞു, പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു 13-ാം തീയതി ഇവർ വിളിച്ചിട്ട് പറഞ്ഞു പടം ഒന്ന് സ്കെഡ്യൂൾ ചെയ്യാണ്, കുറച്ച് പേർക്ക് എന്തോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇനി ഷൂട്ട് തുടങ്ങുന്നുള്ളൂ, മാഡം ഒക്കെ പോകുന്നെങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? ഞാൻ ഓർത്തു എന്നാ പിന്നെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ ഈ മോളെ നിർബന്ധിച്ച് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞു ഷൂട്ടില്ലല്ലോ, അനിശ്ചിതമായിട്ട് ഷൂട്ടില്ല, എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ വിളിക്കുമ്പം ഈ കുട്ടി വരാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? അല്ല, ഈ കുട്ടി പറഞ്ഞു 3 ദിവസം കൂടി ഈ കുട്ടിക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ, നിന്ന് എങ്ങനെയെങ്കിലും പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ഇത് മറ്റേതാ. ഞാൻ പറഞ്ഞു മോളെ കാശിന് അത്യാവശ്യത്തിന് വല്ലതും ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കാശ് തരാം, വീട്ടിൽ വരൂ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാശ് തരാം, അപ്പം മോള് ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിക്കണ്ട, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. വെടിമരുന്ന് പോലത്തെ പ്രായ അറിഞ്ഞോണ്ട് തീ കൊളത്തില്ല എന്റെ പൊന്നു തമ്പുരാട്ടിക്കുട്ടി. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. ഇല്ല ചേച്ചി, എനിക്ക് 3 ദിവസം നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരി, അങ്ങനെ അവൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിക്കട്ടെ, നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനത്തെ വന്ദേ ഭാരതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യും. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോ ഞാൻ എന്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എന്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് സിനിമയിൽ സൽഗുണ സമ്പന്നൻ, ജീവിതത്തിൽ മഹാപോക്രികളും ഒരാളിനെ ഞാൻ കണ്ടു. ആള് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ആളുടെ കണ്ണിന്റെ ഒക്കെ ഭാഗങ്ങൾ. അപ്പൊ എനിക്ക് നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി. പക്ഷെ ആളെനിക്ക് ഞാൻ ഐഡന്റിഫൈ ചെയ്തൊന്നുമില്ല. പിന്നെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഓ ഈ ആളാണല്ലോ ആളെന്ന് മനസ്സിലായത്. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നും അല്ല. ഇയാളെ ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, കാരണം രാത്രിയല്ലേ, ആ സമയമല്ലേ, ജസ്റ്റ് ഈ നമ്മുടെ വണ്ടി ഓണായ ഇതിലാണ് കാണുന്നത്. എന്തായാലേ ആ ആള് വന്ന ഒരു കറക്റ്റ് ടൈമിംഗ് നോക്കണേ നിങ്ങൾ. റെഫ്രിബിലെ റൂമിൽ നിന്ന് വെക്കേറ്റ് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ ആ വ്യക്തി അൻസിബിന്റെ റൂമിലേക്ക് കയറി ചെന്നു എന്നുള്ളതാണ്. എന്താണ് ആ ടൈമിംഗ് നോക്കണേ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നീപ്പച്ചന് മനസ്സിലായില്ലേ? എന്നെ ബാക്കി പറഞ്ഞ കേട്ടോക്കാം. അങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോന്നു, വന്ദേ ഭാരത് ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞ് പിന്നെ ഏട്ടൻ എന്തോ വിളിക്കാൻ വന്നിട്ട് ഞങ്ങൾ ഒരുമിങ്ങ് പോന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 100 കണക്കിന് മിസ്ഡ് കോൾസ് എന്റെ ഫോണിൽ കിടക്കാണ്. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. എനിക്ക് ഭയങ്കര വെപ്രാളായിട്ട്. ഒന്ന് ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസർ രതീഷ് സണ്ണി എന്ന് പറഞ്ഞ കോ പ്രൊഡ്യൂസർ, അതുകൂടാതെ ആ സെറ്റിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് നെയ്യാറ്റിങ്കര, സജിത്ത് പ്രൊഡക്ഷൻ മാനേജർ സജിത്ത്, കോൾ ലിസ്റ്റ് ആണ്. അതിലേക്ക് ഞാൻ വിളിക്കുന്നു. വിളിച്ചപ്പം എന്റെ അടുത്ത് പറയുന്നത് എന്താ സംഭവം പറ കേക്കട്ടെ. ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ ഒരാള് മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV-യിൽ കണ്ടു. ഇവരാരും അറിയാതെയാണ് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനില്ലല്ലോ, ഞാൻ ചിത്രത്തിൽ ഇല്ലാത്ത ആളാ. അങ്ങനെ ഇവര് അന്വേഷിച്ച് പിടിച്ച് ഇവർ ഇവിടെ എത്തുമ്പോഴത്തേനും ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. കാറിൽ പോ.